ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് റോഹിൻടൺ നരിമാൻ ഗവർണർമാർ എപ്പോഴും നിഷ്പക്ഷമാകണം, ഇല്ലെങ്കിൽ ഭരണ സംവിധാനം തന്നെ തകരും. ഇപ്പോൾ ഗവർണർമാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളം തന്നെ ഉദാഹരണമായി നോക്കിയാൽ മതിയെന്നും കേരളത്തിലെ ഗവർണർ ഫെഡറലിസം തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇങ്ങനെയുള്ളവരെ അല്ല ഇത്തരം സ്ഥാനങ്ങളിൽ നിയമിക്കേണ്ടതെന്നും റോഹിൻടൺ നരിമാൻ. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന് തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ. ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് റോഹിൻടൺ നരിമാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല, കേരളത്തിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പ്രതികരണം നടത്തുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രിയ, തീർച്ചയായിട്ടും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജായിരുന്ന റോഹിൻടൺ നരിമാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരിപാടിയിലാണ് ഈ ഭരണഘടനയെക്കുറിച്ചൊക്കെ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് കൃത്യമായി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. റോഹിൻടൺ നരിമാൻ അതിൽ പറയുന്ന പല വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുമ്പോഴും അതിൽ കേരള ഗവർണറുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശനം മുന്നോട്ട് പോകുന്നത്. അതായത് ഗവർണർമാർ എപ്പോഴും നിഷ്പക്ഷരായിരിക്കണം, സ്വതന്ത്ര നിലപാട് ഉള്ളവരെയായിരിക്കണം ഇത്തരത്തിൽ ഗവർണർ സ്ഥാനത്തേക്ക് നിയമിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത്തരത്തിലല്ല നിയമനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഗവർണർമാരുടെ നിയമനം എന്ന് പറയുന്നത് രാഷ്ട്രീയം നോക്കി മാത്രമാണ്. അത് ഒരു ഗിഫ്റ്റായിട്ടാണ് ഇത്തരത്തിൽ പലർക്കും ഗവർണർ സ്ഥാനം ലഭിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കേരളം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു റോഹിൻടൺ നരിമാൻ ഇന്നലെ ഒരു പ്രസംഗം നടത്തിയത്. അതായത് കേരളത്തിലെ ഗവർണർ 23 മാസത്തോളം ബില്ലുകളിൽ അടയിരിക്കുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ കേസ് വരുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ തയ്യാറായത്. ആ നടപടി എടുക്കുന്നത് പോലും ഒരു ബില്ലിൽ ഒപ്പിടുകയും മറ്റ് 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഭരണഘടന പ്രകാരം ഒരു ബില്ല് ഗവർണർ ആദ്യം മടക്കി അയച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നിയമസഭ പാസ്സാക്കി ബില്ല് തിരിച്ച് ഗവർണർക്ക് വീണ്ടും അയക്കുകയാണെങ്കിൽ ആ ബില്ലിൽ ഗവർണർ ഒപ്പിടാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ കേരള ഗവർണറെ സംബന്ധിച്ചുകൊണ്ട് അത്തരം നിലപാടുകളല്ല സ്വീകരിക്കുന്നത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ, അത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കൃത്യമായി തന്നെ രാഷ്ട്രീയം കളിക്കുകയാണ് ഗവർണർ അവിടെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഗവർണർമാർ ഇത്തരത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനം തന്നെ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഫെഡറലിസത്തെ, ജനാധിപത്യത്തെയൊക്കെ തന്നെ ഇല്ലാതാക്കുകയാണ് ഇത്തരം നിലപാടുകൾ എന്നതാണ് റോഹിൻടൺ നരിമാൻ കൃത്യമായിട്ടൊരു വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം റോഹിൻടൺ നരിമാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഗവർണർമാരുടെ നിയമനത്തിലാണ്. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ളവരെ അല്ല ഗവർണർമാരായിട്ട് നിയമിക്കേണ്ടത്. അത് കൃത്യമായി തന്നെ സ്വതന്ത്ര നിലപാട് ഉള്ള വ്യക്തികളെയാണ് ഇത്തരം ഉയർന്ന ഉന്നത പദവികളിൽ നിയമിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി റോഹിൻടൺ നരിമാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ജഡ്ജ് ഇത്രത്തോളം വലിയ വിമർശനമാണ് ഇപ്പോൾ കേരള ഗവർണർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രിയ, വിഷ്ണു, ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളം തന്നെ ഉദാഹരണമായി നോക്കിയാൽ മതി. ഗവർണറുടെ സമീപനങ്ങൾ, നീക്കങ്ങൾ ഒക്കെയും ഏത് രീതിയിലാണ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വീക്ഷിക്കണമെന്ന് റോഹിൻടൺ നരിമാൻ പറയുകയാണ്. മാത്രമല്ല, ഈ ബില്ലുകൾ ഒപ്പിടാതെ വെക്കുന്നു, അതിനുശേഷം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 7 ബില്ലുകളിൽ ഒപ്പിടുന്നു. വീണ്ടും പല രീതിയിൽ സംസ്ഥാനത്തെ ഉപദ്രവിക്കുന്ന രീതിയിൽ തന്നെയുള്ള സമീപനങ്ങൾ എടുക്കുന്ന ഗവർണർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം തന്നെയാണ് മുൻ ജസ്റ്റിസ് കൂടിയായ റോഹിൻടൺ നരിമാന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നതെന്ന് വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം നിലവിലത്തെ രാജ്യത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഭരണമില്ലാത്ത അല്ലെങ്കിൽ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ അവിടെ ഗവർണർമാരെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻ്റായിട്ട് ഗവർണർമാർ പ്രവർത്തിക്കുകയും അവിടെ ഒരു ഭരണ സ്ഥിരത ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമീപനം ഗവർണർമാർ സ്വീകരിക്കുന്നുണ്ട്. അത് കേരളം, തമിഴ്നാട്, കർണാടക, പഞ്ചാബ്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ
സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ പലതലത്തിൽ ഗവർണർമാർക്കെതിരെ ഹർജിയുമായിട്ട് വരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ഗവർണർമാരുടെ നിയമനത്തെ പോലും വിമർശിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി മുൻ ജഡ്ജായിട്ടുള്ള രോഹിൻടൺ നരിമാൻ ഇന്നലെ വിമർശനമുയർത്തിയത്. പക്ഷേ അത്തരം വിമർശനം ഉയർത്തുമ്പോൾ മറ്റ് ഒരു പേരുകളും അദ്ദേഹം എടുത്തു പറയാൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ ഒരു പേരെന്ന് പറയുന്നത് കേരള ഗവർണറെയാണ്. അത്തരത്തിൽ കേരളത്തിൽ തന്നെ ഉയർന്നു വരുന്ന വിമർശനം ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിൽ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നതാണ്. അതിനെ അടിവരയിടുന്നതാണ് രോഹിൻടൺ നരിമാൻ്റെ ഒരു പ്രതികരണം, വിമർശനം വന്നിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ഗവർണറെ പോലെയുള്ളവരെ അല്ല ഇത്തരം ഉന്നത പദവികളിൽ നിയമിക്കേണ്ടത് എന്ന് തന്നെയാണ്. പ്രിയ. ശരി വിഷ്ണു, ഏതായാലും മുൻ ജസ്റ്റിസ് രോഹിൻടൺ നരിമാന്റെ രൂക്ഷ വിമർശനമാണ് വന്നിരിക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ വാർത്തയെ നൽകിക്കൊണ്ടിരിക്കുന്നത്. രോഹിൻടൺ നരിമാന്റെ വാക്കുകൾ ലഭ്യമായിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. Is a governor of a traditionally minority government state, that is Kerala, sitting over bills for periods of up to 23 months. When the Supreme Court rapped him on his knuckles, what did he do? There were 8 such bills. One bill was assented to. 7 bills were referred to the president. Now this again is a very disturbing feature, because if there's a wholesale reference to the president, then the legislative activity of the states comes to a standstill. Because unlike a governor sending back a bill, and then after it is sent back, the governor then has to sign it. Once it lands up at the center's door and the center says no, that's the death. That's the death of the bill. It's over. So this was the third most disturbing feature this year. Now, if you have a governor who happens to be part of your political party, who's just been kicked up for no other reason but that he should be somehow rewarded, then obviously you're not going to get an independent assessment under either Article 356 or under Article 200. So the scheme qua governors also is fraught with a lot of difficulty. And I am waiting for the day when the Supreme Court will lay down that, look, it is only independent functionaries who are supposed to fill these great offices, not the kind of people that we find today, like we have in Kerala, for example. വിഷ്ണുവിലേക്ക് പോവുകയാണ്. വിഷ്ണു, ഈ വിഷയത്തിൽ ഈ കാര്യം മുൻ ജസ്റ്റിസ് രോഹിൻടൺ നരിമാൻ പറഞ്ഞ കാര്യങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് അദ്ദേഹം മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയ, തീർച്ചയായിട്ടും ഇത്രത്തോളം വലിയൊരു വിമർശനം ഗവർണർക്കെതിരെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ശ്രദ്ധയിലും ജസ്റ്റിസ് മുൻ സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള രോഹിൻടൺ നരിമാൻ്റെ ഈ ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ രോഹിൻടൺ നരിമാൻ്റെ അദ്ദേഹം ഒരു വ്യക്തിയാണ്, വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങൾ പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഗവർണർ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വരുമ്പോൾ അത് രോഹിൻടൺ നരിമാൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് വിമർശനം ഉന്നയിച്ചത് എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ഗവർണർ ചെയ്യുന്നത്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു ഈ രോഹിൻടൺ നരിമാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി അറിയാതെയാണ് വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നത്, അത് കൃത്യമായിട്ടൊരു മറുപടി അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരിക. കാരണം കൃത്യമായി തന്നെ സുപ്രീം കോടതിയിൽ വരുന്ന കേസുകളെക്കുറിച്ചും ഈ ഫെഡറലിസത്തെ തകർക്കുന്നതിനെക്കുറിച്ചും കൃത്യമായി തന്നെയാണ് രോഹിൻടൺ നരിമാൻ ഇന്നലെ ഒരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിലാണ് ത്തിലാണ് ഗവർണർമാർ ഈ ഫെഡറലിസത്തെ തകർക്കുന്നത്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റുകളെ രാഷ്ട്രീയ നിയമനം മാത്രമാണ് ഗവർണർമാരുടേത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രോഹിൻടൺ നരിമാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പമാണ്
കേരള ഗവർണറും ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള വ്യക്തിയല്ല. അത്തരം കേരള ഗവർണറെ പോലെയുള്ള ആളുകളെ, അതായത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകളെയല്ല ഗവർണർ സ്ഥാനം എന്ന് പറയുന്ന ഉന്നത പദവിയിലേക്ക് നിയമിക്കേണ്ടത് എന്നതുമാണ് രോഹിൻടൺ നരിമാൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. വിഷ്ണു, ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗവർണർ എന്ന നിലയ്ക്ക് ഭരണഘടനാ വിരുദ്ധമായി ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളൊക്കെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഏറ്റവും പ്രധാനം, കേരളത്തിൽ ഇതിൽ BJP എടുക്കുന്ന നിലപാടുകൾ, എന്തിന് പ്രതിപക്ഷം പോലും പല ഘട്ടങ്ങളിലും ഗവർണറെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പോലും ചില പ്രതികരണങ്ങൾ ആ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അത് ഏതെല്ലാം തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ശ്രീ രോഹിൻടൺ നരിമാന്റെ പ്രതികരണം. അത് ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഭരണഘടനാ വിരുദ്ധമായി ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ അത് എത്രത്തോളം തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ വസ്തുത എന്താണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന തരത്തിലാണല്ലോ ഈ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയ, തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിൽ ഗവർണറുടെ ഭാഗത്തുനിന്നും ഈ സർക്കാരിനെതിരായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ ഒരു ഭരണത്തിൽ ഒരു സ്ഥിരത ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. കേരള സർക്കാർ വലിയ തോതിൽ ഗവർണർക്കെതിരെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ കേസ് നൽകുന്നു. ആ സാഹചര്യത്തിലൊക്കെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം പലപ്പോഴും എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഈ ഗവർണറുടെ ഇത്തരം നീക്കങ്ങളെ, അതായത് സംസ്ഥാന താല്പര്യത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങളെ അനുകൂലിക്കുന്ന നിലപാടുകൾ തന്നെയാണ് പ്രതിപക്ഷം കൈക്കൊള്ളുന്നത്. പക്ഷേ അവർ അത്തരം നിലപാടുകൾ കൈക്കൊള്ളുമ്പോഴാണ് ഇത്തരത്തിൽ രോഹിൻടൺ നരിമാനെ പോലെയുള്ളവരുടെ വിമർശനം നമ്മൾ കൃത്യമായി തന്നെ നോക്കിക്കാണേണ്ടത്. കാരണം രോഹിൻടൺ നരിമാൻ കൃത്യമായി തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്, സുപ്രീം കോടതിയിൽ ഈ ഒരു ഹർജി വന്നത് മുതൽ താൻ ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് രോഹിൻടൺ നരിമാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പമാണ് ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്നു എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ രോഹിൻടൺ നരിമാനെ പോലെയുള്ള വ്യക്തികൾ പോലും ഈ ഗവർണർമാരുടെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിനെതിരെ നിലപാടുകൾ സ്വീകരിച്ച് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എന്തുകൊണ്ട് ഗവർണറെ അനുകൂലിച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതും ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരെ അല്ല ഇത്തരം സ്ഥാനങ്ങളിൽ ഇരുത്തേണ്ടത്. ഭരണ സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളെ ആ സ്ഥാനത്തേക്ക്, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഇരുത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന ചോദ്യം പോലും ആ വാക്കുകളിൽ വരുന്നുണ്ട്. പ്രിയ, തീർച്ചയായിട്ടും രോഹിൻടൺ നരിമാൻ ഈ നടത്തിയ പ്രസംഗത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടൊരു ഭാഗം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഉന്നത പദവി തന്നെയാണ്. ആ ഉന്നത പദവിയിൽ ഇരിക്കേണ്ട ആളുകൾ എത്തരത്തിലുള്ളവരായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് രോഹിൻടൺ നരിമാൻ വിശദമായി തന്നെ പറയുന്നുണ്ട്. ആ ഉന്നത പദവിയിൽ ഇരിക്കേണ്ട ആളെന്ന് പറയുന്നത് എപ്പോഴും സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരിക്കണം, നിഷ്പക്ഷനായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരിക്കണം ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത്. മുൻകാലങ്ങളിൽ പല വിശിഷ്ട വ്യക്തികളുമാണ് ഗവർണർ പദവികൾ അലങ്കരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലല്ല ഗവർണർമാർ നിയമനം നടക്കുന്നത്. അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ലഭിക്കുന്ന പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ടാണ് ഗവർണർ പദവികൾ ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതിനാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു ഉദാഹരണമായി രോഹിൻടൺ നരിമാൻ ചൂണ്ടിക്കാട്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ ഉള്ള ഗവർണർമാർ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. ഫെഡറലിസത്തെ തകർക്കുന്ന നിലപാടാണ് ഇവരൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരു ഭരണ സംവിധാനം തന്നെയാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഗവർണർ എന്ന് പറയുന്ന ഒരു ഉന്നത പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ ഒരിക്കലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള വ്യക്തികളെ അല്ല അവിടെ ഇത്തരത്തിൽ നിയമിക്കേണ്ടത് എന്നതാണ് രോഹിൻടൺ നരിമാൻ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ തന്നെ പ്രതിപക്ഷത്തിന് പോലും കേരളത്തിൽ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയം സുപ്രീം കോടതി മുൻ ജഡ്ജായിട്ടുള്ള രോഹിൻടൺ നരിമാൻ കൃത്യമായി തന്നെ തുറന്നു കാണിക്കുന്നത്. പ്രിയ, ശരി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് രോഹിൻടൺ നരിമാൻ ഗവർണർമാർ എപ്പോഴും നിഷ്പക്ഷമാകണം, ഇല്ലെങ്കിൽ ഭരണ സംവിധാനം തന്നെ തകരുമെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഗവർണർമാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കേരളം തന്നെ ഉദാഹരണമായി നോക്കിയാൽ മതിയെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണുവും ദില്ലിയിൽ നിന്ന് നൽകിയത്.